ഹായ് കൂട്ടുകാരെ, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമും വേദയും അവരുടെ ചെറിയ ചെറിയ തമാശകളിലൂടെയും ചെറിയ ചെറിയ വഴക്കുകളിലൂടെയൊക്കെ ജീവിതം ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിക്രമിന് പല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ വിവാഹത്തിന് ശേഷം തന്നെ. അങ്ങനെ വിക്രമാണെങ്കിൽ ഒരിക്കൽ പുറത്തേക്ക് പോകുകയാണ് കേട്ടോ. അങ്ങനെ പുറത്തേക്ക് പോയതിന് ശേഷം രാത്രി വൈകിയായിരിക്കും വീട്ടിലേക്ക് എത്തുന്നത്. വൈകി എത്തിയപ്പോൾ കമലാമ്മേനെ വിളിക്കുന്നുണ്ട് കേട്ടോ ഭക്ഷണം വിളമ്പിത്തരാൻ. പക്ഷേ കമലാമ്മ ഉറങ്ങിയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ വേദയായിരിക്കും വന്ന് വാതിൽ തുറക്കുന്നതുമെല്ലാം. ഇപ്പോൾ വേദയോടാണെങ്കിൽ ഭക്ഷണം വിളമ്പിത്തരാൻ പറയാൻ മടിയായിട്ട് വിക്രം ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, എന്താ പോയെടുത്തു നിന്നൊന്നും തിന്നില്ലയോ? അല്ല, മുഖത്തെ ഒരു മ്ലാനത ഭാവം കണ്ടിട്ട് നല്ല വിശപ്പുള്ളത് തോന്നുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോഴത്തേനും എനിക്ക് ഇച്ചിരി വിശപ്പുണ്ട്, ഞാൻ എടുത്തു കഴിച്ചോളാം, അല്ല ഞാൻ പോയി എൻ്റെ അമ്മേനെ വിളിച്ചുകൊണ്ട് വന്നോളാം എന്ന് പറയാൻ കേട്ടോ. പിന്നെ ഉറങ്ങിക്കിടക്കുന്ന ആളെ വിളിച്ചുകൊണ്ട് ഭക്ഷണം ചോദിക്കുന്നത് എന്ത് മാന്യമായ നടപടിയാണ് നോക്കി. അതെ, നിങ്ങൾ പോയി വിളമ്പി കഴിക്കുക, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ, ഞാൻ വിളമ്പി തരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അയ്യോ, നീ വിളമ്പി തന്ന് തിന്നണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല, എനിക്ക് കൈയുണ്ട്, ഞാൻ തന്നെ വിളമ്പിക്കോളാം. വിളമ്പി തിന്നതിന് ശേഷമേ ആഹാരം ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് ആക്കണം, പിന്നെ കഴിച്ച പാത്രങ്ങൾ കഴുകണം, അങ്ങനെ കുറേ പ്രോസസ്സ് ഉണ്ട്. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ രാവിലെ അമ്മയുടെ വായിൽ നിന്നും നല്ലത് കേൾക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വിക്രം ഇതെല്ലാം ചെയ്യണം, അവളോട് തന്നെ തരാൻ പറയാം, ഇക്കാര്യത്തിൽ മാനം ഒന്നും നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് വേദയോട് തന്നെ ഇത്തിരി ചോറെടുത്ത് തരാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. എന്ന് കേൾക്കുമ്പോൾ വേദയ്ക്ക് ഒരു നാണവും ഒരു പുഞ്ചിരിയൊക്കെ വരികയാണ്. കാരണം വിക്രം തൻ്റെ മുൻപിൽ തലകുനിക്കുന്ന ഒരു അവസരം വേദ വെറുതെ വിടില്ലല്ലോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വേദയാണെങ്കിൽ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കാൻ കേട്ടോ. ഈ വിളമ്പി കൊടുക്കുമ്പോൾ 1000 പ്രാവശ്യം പറയുന്നുണ്ട്, എന്ത് പറയാനാ, കൈയും കാലും ഉണ്ടായിട്ടോ ആർക്കും ഒന്നിനും കഴിയില്ല, ഞാൻ വിളമ്പി തന്നാലേ ഒന്നു എന്നൊക്കെ പറയുമ്പോൾ വിക്രമിന് ദേഷ്യമാവുകയാണ്. എനിക്ക് വേണ്ട, ഞാൻ തിന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് എണീക്കാൻ പോകുമ്പോൾ വേണ്ട കഴിച്ച് അന്നത്തിൻ്റെ മുമ്പിൽ നിന്ന് ആരും എന്നോടുള്ള ദേഷ്യത്തിൽ എണീറ്റ് പോകണ്ടെന്ന് പറഞ്ഞിട്ട് വിക്രമ ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. അങ്ങനെ കഴിച്ച് തീരുന്നത് വരെ വേദയും വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കഴിച്ചതിന് ശേഷം ഇരുവരും റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ അയൽപക്കത്തുള്ളൊരു ചേച്ചി വരികയാണ് കേട്ടോ. ആ ചേച്ചി വന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കമലാമ്മയുടെ സുഖവിവരങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ ഇറങ്ങി വരുമ്പോൾ ഇതല്ലേ മരുമകൾ, പുറത്തോട്ടൊന്നും കാണാത്തതുകൊണ്ട് ഞങ്ങൾക്കറിയില്ല, വിവാഹത്തിന് വരാനും പറ്റിയില്ല, അതാണ് ഞാൻ ഇപ്പോൾ വന്നത് മോളെ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ കേട്ടോ. എന്നിട്ട് വലിയ വീട്ടിലെ കുട്ടിയാണെന്ന് അറിയുമ്പോൾ അവിടെ നിന്നാണോ ഇവിടേക്ക് വന്നത്, അതെങ്ങനെയാണ് ഇവിടെ വരെ വന്നത്, ഈ വിക്രമിന് വിവാഹം കഴിക്കാനുണ്ടായ കാരണം എന്താ, ഒരു ജഡ്ജിയുടെ മകൾ, ഈ കുടിലേക്ക് ഈ പട്ടിക്കാട്ടിലേക്ക് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ, മോൾ ഒരു കോടീശ്വരനെ കെട്ടി വിവാഹം കഴിച്ചാൽ പോരെ, പ്രേമവിവാഹമാണല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വിക്രമിന് ദേഷ്യം വരികയാണ് കേട്ടോ. വിക്രം അങ്ങനെ അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. ശേഷം കമലാമ്മയാണെങ്കിൽ പറയുന്നതാ, കുട്ടികളുടെ ഇഷ്ടമല്ലേ, അതിന് പ്രേമത്തിന് വലിയ വീടൊന്നോ ചെറിയ വീടൊന്നോ ഒന്നും ഇല്ലല്ലോ, പിന്നെ ഈ വീട്ടിൽ അവൾക്ക് ഒരു കുറവുമില്ല, എല്ലാവരും സ്നേഹം കൊണ്ട് അവളെ കീഴ്പ്പെടുത്തിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. കമലാമ്മയ്ക്കും ദേഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേദയാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ വേദയ്ക്ക് വിക്രമിന് ഫീലായി എന്ന് തോന്നുന്നു. വേദ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ സാറ്റിസ്ഫൈഡുമാണ്, അത് മറ്റാരെയും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ, ചേച്ചി എന്നെ കാണാൻ വന്നെങ്കിൽ എന്നെ കണ്ടാൽ മതി, കൂടുതൽ വിശദ വിവരങ്ങളൊന്നും അന്വേഷിച്ച് കാട് കയറി ചിന്തിക്കേണ്ട, എൻ്റെ ജീവിതം ഓർത്ത് ചേച്ചി വേവലാതിപ്പെടുകയും വേണ്ട, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത വേവലാതി അയൽപക്കക്കാർക്ക് വേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ആ ചേച്ചിയുടെ വായടപ്പിക്കുകയാണ് വേദയെ. ശേഷം ചേച്ചി ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, കഴുത്തിൽ താലിയുണ്ട് പക്ഷെ നെറ്റിയിൽ സിന്ദൂരം ഇല്ലല്ലോ, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ സിന്ദൂരം തേക്കണ്ടായോ എന്നിങ്ങനെ പറയുകയാണേ. ഓരോരോ പരിഷ്കാരങ്ങൾ, ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ പരിഷ്കാരങ്ങളൊക്കെ കണ്ടോ, പണ്ടൊക്കെ സിന്ദൂരം തൊട്ടില്ലെങ്കിൽ വീടിന് വെളിയിലോട്ട് ഇറങ്ങാത്ത കുട്ടികളൊക്കെ ഇപ്പോൾ സിന്ദൂരവും താലിയും ഒന്നും അവർക്ക് വേണ്ട, കെട്ടിയവരെ പോലും അവർക്ക് വേണ്ട, അവരുടെ തോന്നിവാസത്തിന് അവർ ജീവിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ കമലാമ്മയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. അങ്ങനെ കമലാമ്മ എന്നിട്ട് ആ സ്ത്രീ അങ്ങ് പോവുകയാണ്. പിന്നീട് കമലാമ്മ അടുക്കളയിലേക്ക് വേദ വരുമ്പോൾ വേദയോട് പറയുന്നുണ്ട്, മോളെ ആ സ്ത്രീ വന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ മോളോട് പറയല്ല, നമുക്ക് സിന്ദൂരം തൊടുന്നത് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല അമ്മേ, ഞാനങ്ങനെ തൊട്ടിട്ടില്ല, അതുകൊണ്ട് ഇതുവരെയായിട്ടും അങ്ങനെ തോന്നിയിട്ടും ഇല്ല, പിന്നെ സിന്ദൂരം ചാർത്തിയിട്ട് ഭർത്താവിനുള്ള സ്നേഹവും കടപ്പാടും കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അമ്മേ, അത് മനസ്സിൽ കാണേണ്ടതല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അതത്രയേ ഉള്ളൂ, പിന്നെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് ആ സിന്ദൂരമൊക്കെ തൊട്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും എന്നിങ്ങനെ പറയാൻ കേട്ടോ. അത് നമ്മുടെ വിക്രം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമായിരിക്കുമേ. അങ്ങനെ റൂമിലേക്ക് ചെല്ലുമ്പോൾ സിന്ദൂരം
സിന്ദൂരം വേദയുടെ കയ്യിൽ കാണില്ല. അപ്പോൾ ശ്രീജയോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രീജ സിന്ദൂരമായിട്ട് അവിടേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ശ്രീജ പറയുന്നുണ്ട്, നിനക്ക് അവർ വന്ന് പറഞ്ഞതൊക്കെ ഫീലായോ? അല്ല ഇപ്പം തന്നെ സിന്ദൂരം തൊടുന്നത് കൊണ്ട് ചോദിച്ചതാണെന്ന് പറയാണ്. ഈ ഫീലായിട്ടൊന്നുമല്ല, അമ്മ എന്നോട് പറഞ്ഞു, അതുകൊണ്ടാണ്. അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്കാവില്ല. അമ്മ പറഞ്ഞത് ഞാൻ അനുസരിക്കുന്നേ ഉള്ളൂ. പിന്നെ എന്തായാലും ഒഫീഷ്യലി മാരേജൊക്കെ കഴിഞ്ഞല്ലേ, അപ്പോൾ ഇനി അതിനൊരു കുറവ് വേണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ആ സിന്ദൂരം ഇങ്ങനെ തൊടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ നെറ്റിയിലേക്ക് വെക്കുമ്പോഴത്തേക്കിനും ആയിരിക്കും ശ്രീജ പറയുന്നത്, ആദ്യമായിട്ട് സിന്ദൂരം തൊടുമ്പോൾ അത് ഭർത്താവ് അണിയിച്ച് തരുന്നതാണ് ഏതൊരു ഭാര്യയ്ക്കും ഭംഗി, ഭർത്താവാണ് സിന്ദൂരം തൊട്ട് കൊടുത്തിടേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ വിക്രം അയ്യടാ അതിന് വേറെ ആളെ നോക്കണം എന്ന് പറയാൻ കേട്ടോ. ഞാൻ പറയേണ്ടത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ശ്രീജ അങ്ങനെ പോവുകയാണ്. അപ്പം നമ്മുടെ വേദയാണെങ്കിൽ ആ സിന്ദൂരം പിടിച്ചുകൊണ്ട് നിന്നിട്ട് വിക്രമിനെ ഇങ്ങനെ കണ്ണാടിയിൽ കൂടെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം ഇങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ എങ്കിൽ പിന്നെ ഇന്ന് എൻ്റെ വിക്രു തന്നെ എനിക്ക് തൊട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് വിക്രുവിൻ്റെ കയ്യിൽ കൊടുക്കാനുണ്ടോ. അയ്യോ ഞാനൊന്നും തൊടത്തില്ല, മര്യാദയ്ക്ക് തൊട്ടണം എന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുമ്പോൾ വിക്രം പെട്ടെന്നത് വാങ്ങിച്ച് അങ്ങനെ തൊട്ട് കൊടുക്കാൻ കേട്ടോ. വേദയ്ക്ക് ഒരുപാട് സന്തോഷമാണ്. വിക്രമിന് ചെറിയ നാണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേദയുടെ നെറ്റിയിൽ ആ സിന്ദൂരം ചാർത്തിട്ട് വേദേനെ ഇങ്ങനെ നോക്കുമ്പോൾ വിക്രമിന് വല്ലാത്തൊരു ഭംഗി തോന്നുന്നു കേട്ടോ. വേദയുടെ കണ്ണുകളിലെ ആ ഒരു പ്രണയവും നിഷ്കളങ്കതയൊക്കെ നമ്മുടെ വിക്രമിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് കേട്ടോ. വിക്രമിന് ഒരുപാട് സന്തോഷമാണ്. വിക്രം ഇങ്ങനെ നോക്കി നിൽക്കാനുണ്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ മ്യൂസിക്കൊക്കെ വരുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ ആ ഒരു സീനൊക്കെ കാണാനും. ശേഷം കാണിക്കുന്നത് നമ്മുടെ വേദയാണെങ്കിൽ തിരികെ അടുക്കളയിലേക്ക് ചെന്നിട്ട് കമലാമ്മയോട് പറഞ്ഞിട്ട്, അമ്മേ ഇപ്പം എങ്ങനെയുണ്ട്, അമ്മയുടെ മകൾ ഒരു ഭാര്യയായോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് കളിയാക്കുന്നുണ്ട്. നീ പോടി, തമാശയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് സിന്ദൂരം തൊട്ടാൽ മതി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇതാരെ തൊട്ട് തന്നറിയാം, അമ്മയുടെ മോൻ. മോനോ? അപ്പോൾ ഇത് വിക്രമാണോ ഇത് നിനക്ക് തൊട്ട് തന്നത്? കൊള്ളാലോ എന്ന് ശ്രീജേടത്തിയും പറയുന്നുണ്ട്. ഞാനിപ്പോൾ മുറിയിലേക്ക് പോയപ്പം വിക്രമിനോട് പറഞ്ഞായിരുന്നു ഇത് ഭർത്താവാണ് തൊട്ട് കൊടുക്കേണ്ടതെന്ന്. അപ്പം അവൻ ഇച്ചിരി ഷോ ഇറക്കിയാലും അവൻ തൊട്ട് തന്നല്ലോ, അവൻ പാവമാടി, പതിയെ അവൻ മാറും എന്നൊക്കെ പറഞ്ഞ് ശ്രീജേട്ടത്തെയും പറയുകയാണ് കേട്ടോ. ശേഷമാണെങ്കിലും ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന നന്ദിനിക്ക് അതൊന്നും പിടിക്കണില്ലേ. വിക്രം തൊട്ട് തന്നോ? അതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. വിക്രം അങ്ങനൊന്നും ചെയ്യില്ല. എനിക്കറിയാം, നീ ഇങ്ങനെ എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ പറയാൻ കേട്ടോ. നന്ദിനിയേട്ടത്തേക്ക് കുശുമ്പ. നന്ദിനിയേട്ടത്തിൻ്റെ ഭർത്താവ് നന്ദിനിയേട്ടത്തേക്ക് തൊട്ട് തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഭർത്താവ് തൊട്ട് തന്നതിന് നന്ദിനിയേട്ടത്തിൽ ഇത്ര കുശുമ്പ് കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ നന്ദിനിക്ക് അല്ലേലും നിനക്ക് എന്നെ പിടിക്കില്ല, അതുകൊണ്ടല്ലേ നീ എന്നോട് ഇങ്ങനെ ക്രമിക്കൊണ്ട് വരുന്നത്. ഇവിടെ മറ്റാരേക്കാളും എൻ്റെ ഭർത്താവിനാണ് എന്നോട് സ്നേഹം, അതത്രേ ഉള്ളൂ. ഞങ്ങൾക്കൊന്നും വലിയ സ്നേഹമൊന്നുമില്ല. അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതും ശരിയാ, ചക്കിക്കൊത്ത ചങ്കാര ഞാൻ കിട്ടിയത് എന്നിങ്ങനെ നമ്മുടെ വേദ പറയാൻ കേട്ടോ. ഇപ്പോൾ കമലാമ്മയും ശ്രീചേട്ടത്തിയും എല്ലാവരും ചിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേനും നന്ദിനിക്ക് ദേഷ്യം വരണം. കണ്ടോ അമ്മ ഇവള് പറയുന്നത്, ഇത്ര ഇവളെന്നെ കളിയാക്കിയിട്ട് അമ്മ എന്തോ ഒന്നും പറയാത്തത് എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. ഞാനെന്ത് പറയാനാ, അവൾ സത്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ നന്ദിനി എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ നന്ദിനി അമ്മ ഇവളുടെ കൂടെ കൂടുക, അല്ലെങ്കിൽ അമ്മയ്ക്ക് അവളോടാണല്ലോ സ്നേഹം. ഇളയ മരുമകൾ വന്നപ്പോൾ മൂത്ത മരുമക്കളെല്ലാം വേസ്റ്റ്. ശ്രീചേട്ടത്തിയും നോക്കിക്കോ, ഇവള് നമ്മളെ ഇവളുണ്ടല്ലോ, ഇവള് കാരണം നമ്മൾ ഇവിടുന്ന് പുറത്താകാതെ നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ ശ്രീചേട്ടത്തിയോട് നമ്മുടെ വേദ പറയുന്നുണ്ട്, ശ്രീചേട്ടത്തി ഒരിക്കലും പുറത്താകില്ല, ബാക്കിയുള്ളവർ പുറത്താകാതിരുന്നാൽ മതി എന്നിങ്ങനെ പറയാൻ കേട്ടോ.